മുന്നിൽ നിന്ന് നോക്കിയാൽ പിന്നിലത്തെ വരിയോ, പിന്നിൽ നിന്ന് നോക്കിയാൽ മുന്നിലിരിക്കുന്നവരെയോ കാണാൻ പറ്റാത്തത്രയും ഭീമാകാരമായ പന്തലുകളിൽ ഒത്തുചേർന്ന പതിനായിരങ്ങൾ. ഓരോ വേദികൾക്ക് സമീപത്തെയും പാതയോരങ്ങളിൽ തടിച്ചുകൂടി നിൽക്കുന്ന ആയിരങ്ങൾ. നവംബർ 18 മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി 36 ദിവസം പിന്നിട്ട് തലസ്ഥാനത്ത് സമാപിച്ച ദിനം വരെ നവകേരള യാത്രയിലുടനീളം കണ്ട കാഴ്ച ഇതായിരുന്നു. വർദ്ധിതമായ ജനാരവത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും ഓരോ മണ്ഡലവും വരവേറ്റത്. നവകേരള സദസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സദസ്സും കേരളത്തിലെ മണ്ഡലങ്ങളിൽ കാണാൻ സാധിച്ചതേയില്ല. അത്രമേൽ ജനങ്ങൾ ഈ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു. വികസനവും ക്ഷേമവും ഉയർത്തിയുള്ള നവകേരള നിർമ്മിതിയുമായി LDF സർക്കാരിന് ശക്തമായി മുന്നോട്ട് പോകാനുള്ള കേരള ജനതയുടെ ഗ്രേസ് മാർക്കായി ഈ മന്ത്രിസഭാ പ്രയാണം. കടുത്ത കേന്ദ്രാവഗണനയെയും അതിന് കൂട്ടുനിന്ന് കേരള വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന UDFന്റെ ജീർണിച്ച മുഖത്തെയും തുറന്നു കാട്ടിയെന്നത് സദസ്സിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്നാണ്. 136 മണ്ഡലങ്ങളിലെയും സന്ദർശനത്തിൽ ദൃശ്യമായത് UDF കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള അഭൂതപൂർവമായ ജനപിന്തുണയായിരുന്നു. UDF BJP നേതൃത്വങ്ങളെ പ്രതിസന്ധിയിലാക്കി നിരവധി നേതാക്കളും വിലക്ക് ലംഘിച്ച് സദസ്സുമായി സഹകരിച്ചു. 6 ലക്ഷത്തിലധികമുള്ള നിവേദനങ്ങളിലും അപേക്ഷകളിലും പൊതുവായ ആവശ്യങ്ങളടക്കമുള്ളവ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ അവ തരംതിരിച്ച് ഭാവി കേരളത്തിന്റെ വികസന വഴികൾക്ക് പ്രയോജനപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിയന്തര പ്രാധാന്യമുള്ളവയുടെ പരിഹാര നടപടികളായി ജനങ്ങളെ കാണുന്നതിനൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താനും നവകേരള സദസ്സിന് കഴിഞ്ഞു. കണ്ണൂർ മുതൽ വട്ടിയൂർക്കാവ് വരെയുള്ള സ്വീകരണ കേന്ദ്രങ്ങളെ സംഘർഷഭരിതമാക്കാനുള്ള കോൺഗ്രസ് BJP ശ്രമങ്ങളെ മറികടന്നത് ജനങ്ങളുടെ പിന്തുണയോടെയായിരുന്നു. ബഹിഷ്കരണ നീക്കങ്ങളോടെന്ന പോലെ അക്രമ സമരത്തോടും ജനങ്ങൾ മുഖം തിരിച്ചു. ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തിയ കുപ്രചരണങ്ങളെയും ജനം പുച്ഛിച്ചു തള്ളി. ബസിന്റെ പേരിലടക്കം തുടങ്ങിയ നുണക്കോട്ടുകൾ പൊളിച്ചടുക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തത്. ദിവസവും മാധ്യമപ്രവർത്തകരെ കണ്ട മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി. മാധ്യമപ്രവർത്തകരുടെ അടക്കം കുൽസിത ശ്രമങ്ങളെ തുറന്നുകാട്ടി. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കും ബഹുജന സദസ്സിൽ മറുപടിയും നൽകി. ജനാധിപത്യത്തിലെ അപൂർവ സൗന്ദര്യമായി മാറിയ മന്ത്രിസഭാ യാത്ര ജനങ്ങളെ വർത്തമാനകാല വസ്തുതകൾ ബോധ്യപ്പെടുത്തി വിജയകരമായാണ് സമാപിച്ചത്.